ഹലോ, ഗുഡ് ഈവനിങ്. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. മലയാള ടെലിവിഷനിലെ ഏറ്റവും വലിയ ജനകീയ വാർത്താ മണിക്കൂർ തുടങ്ങുകയാണ്. അടുത്ത ഒരു മണിക്കൂർ നേരം പ്രേക്ഷകരുടെ പ്രതികരണങ്ങളുമായി നമ്മൾ ഒന്നിച്ചുള്ള യാത്ര തുടരും. അപ്പോൾ നമുക്ക് തുടങ്ങാം. പൊതുജനം കഴുതയല്ല സാർ. പൊതുജനം കഴുതയല്ല സാർ. പതിപോലെ 24 സ്ക്രീനിൽ പ്രേക്ഷകർക്ക് വിളിക്കാനുള്ള ഫോൺ നമ്പർ വ്യക്തമാകുന്നു. മൊബൈൽ നമ്പറിലേക്ക് നിങ്ങൾക്ക് വിളിക്കാം. അതുപോലെ വാട്സപ്പ് നമ്പറുണ്ട്. നിങ്ങൾക്ക് ദൃശ്യങ്ങളൊക്കെ അയക്കാനും വാർത്തകൾ അയക്കാനും ഒരു വാട്സപ്പ് നമ്പറുണ്ട്. പതിപോലെ നമ്പർ നിങ്ങൾക്കറിയാം. എന്നാലും പുതിയ പ്രേക്ഷകർക്കായിട്ട് ഞാനത് പറയുന്നു. 6235968937 6235968937. അതേപോലെ ഏതെങ്കിലും സമയത്ത് എന്നോട് നിങ്ങൾക്ക് വിളിക്കണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും വിഷയത്തെക്കുറിച്ച് അഭിപ്രായം പറയണം, പ്രതികരിക്കണം എന്ന് തോന്നിയാൽ വിളിക്കാനുള്ള ലാൻഡ് ലൈൻ നമ്പർ നമ്മുടെ പ്രൊഡക്ഷൻ കൺട്രോൾ റൂമിൻ്റെ ലാൻഡ് ലൈൻ നമ്പറാണ് 048428305110 048428300510. എപ്പോൾ വേണമെങ്കിലും ഈ നമ്പർ നിങ്ങൾ വിളിക്കാം. അതേപോലെ യൂട്യൂബിൽ നിങ്ങൾക്ക് 24 ലോഗിൻ ചെയ്താൽ ചാറ്റ് ബോക്സിൽ പോയി നിങ്ങളുടെ അഭിപ്രായങ്ങൾ അവിടെ കുറിക്കാം. അപ്പോൾ സന്ദേശങ്ങൾ, വിളികൾ, നിങ്ങളുടെ ദൃശ്യങ്ങളൊക്കെ ആയിട്ട് അടുത്ത ഒരു മണിക്കൂർ നമ്മൾ ഒന്നിച്ച് യാത്ര ചെയ്യുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. പൊതുജനം കഴുതയല്ല സാർ തുടങ്ങുന്നു. തെരഞ്ഞെടുപ്പ് പരാജയത്തിന്റെ പേരിൽ രാജിവെക്കണം എന്ന ആവശ്യത്തോടെ രൂക്ഷമായി ഇന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭയിൽ പ്രതികരിച്ചു. പരാജയത്തിന്റെ പേരിൽ രാജിവെക്കില്ല. കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങൾക്കും ഇത് ബാധകമാണോ എന്ന് പിണറായി വിജയൻ പ്രതിപക്ഷത്തോട് ചോദിച്ചു. ആ ഉപദേശം ഞങ്ങൾക്ക് തന്നതിന് മുൻപ് നിങ്ങളുടെ ഏറെ സംസ്ഥാനങ്ങളുണ്ടല്ലോ, അവിടങ്ങളിലുള്ളവർക്ക് ആ ഉപദേശം നൽകിക്കൂടായിരുന്നു. ഇപ്പോൾ ഹിമാചൽ പ്രദേശ് മുഖ്യമന്ത്രിക്ക് ആ ഉപദേശം നൽകുന്നത് കൂടുതൽ ഉചിതമാകില്ലേ? 2022 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 68 40 സീറ്റ് നേടി അധികാരത്തിൽ വന്ന കോൺഗ്രസിന് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരൊറ്റ സീറ്റ് പോലും ലഭിച്ചില്ല. സർ, നമ്മുടെ തൊട്ടുകിടക്കുന്ന സംസ്ഥാനമാണല്ലോ കർണാടക. ആകെയുള്ള 28 സീറ്റിൽ 19 സീറ്റും BJPയും സഖ്യകക്ഷികളും നേടുന്നു. ജനങ്ങൾ വോട്ട് ചെയ്തത് BJP അകറ്റി നിർത്താനാണ്. UDF ജയിച്ചതിൽ തൽക്കാലം വേവലാതിയൊന്നും തങ്ങൾക്കില്ല. BJP ഒരു മണ്ഡലത്തിൽ ജയിച്ചതിനെ കുറിച്ച് ആലോചിച്ചാണ് തൻ്റെ വേവലാതിയെന്നും അതുപോലെ അതിനെക്കുറിച്ചാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. നിങ്ങൾ വോട്ട് വാങ്ങിയതിലോ നിങ്ങൾ തൽക്കാലം ജയിച്ചതിലോ ഒന്നും ഞങ്ങൾ വല്ലാതെ വേവലാതിപ്പെടുന്നില്ല. കാരണം അതൊന്നും ഞങ്ങൾക്ക് നഷ്ടമാകുന്നൊരു കാര്യമല്ല. ഞങ്ങളും നിങ്ങളും ഗൗരവമായി കാണേണ്ട കാര്യം എങ്ങനെ BJP ഇവിടെ ഒരു മണ്ഡലത്തിൽ ജയിച്ചു വന്നു എന്നുള്ളതാണ്. വിവരങ്ങളുമായി ഷഫീദ് റാവുത്തർ ചേരുന്നു തിരുവനന്തപുരത്ത് നിന്ന്. ഷഫീദ്, ഗുഡ് ഈവനിങ്. പറയൂ ഷഫീദ്, വിവരങ്ങൾ. SK നിയമസഭയിൽ ഇന്ന് പൊതുഭരണ വകുപ്പിലെ ധനാഭ്യർത്ഥന ചർച്ചകൾ നടക്കുമ്പോഴായിരുന്നു അതേപോലെ തന്നെ പ്രതിപക്ഷം തമ്മിൽ കൊണ്ടും കൊടുത്തുമുള്ള ഒരു കാഴ്ച നമ്മൾ കണ്ടത്. മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ ചൊല്ലി അങ്ങോട്ടും ഇങ്ങോട്ടും വാക്കുകോർക്കുന്നത് നമ്മൾ ഇന്ന് കണ്ടു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സർക്കാരിനെതിരെ തെരഞ്ഞെടുപ്പിൽ അതിശക്തമായ പ്രതിഷേധം കേരളത്തിൽ ഉയർന്നുവെന്നും സർക്കാരിന്റെ പ്രോഗ്രസ് റിപ്പോർട്ട് വായിച്ചാൽ ആൾക്കാർ ചിരിച്ച് മണ്ണ് കപ്പും എന്നടക്കമുള്ള പ്രതികരണമാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ആദ്യം നടത്തിയത്. പിന്നാലെ മുഖ്യമന്ത്രി അതിരൂക്ഷമായ ഭാഷയിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ കുറിച്ചും പ്രതിപക്ഷ വിമർശനങ്ങളെക്കുറിച്ചും മറുപടി പറഞ്ഞു. അതിൽ ഏറ്റവും പ്രധാനമായി മുഖ്യമന്ത്രി പറഞ്ഞത് പാർലമെന്ററി സാന്നിധ്യം എത്രയായാലും BJPയും സംഘപരിവാറും മുഖ്യ ശത്രുവായി കാണുന്നത് ഇടതുപക്ഷത്തെയാണ്. കേന്ദ്ര ഏജൻസികളുടെ അടക്കം തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ ചർച്ചയായ കേന്ദ്ര ഏജൻസികളുടെ അടക്കം കാര്യത്തിൽ കേരളത്തിൽ ഇരട്ടത്താപ്പാണ്. വാളയാർ ചുരത്തിനപ്പുറത്ത് കേന്ദ്ര ഏജൻസികൾ മോശവും ഇപ്പുറത്ത് നല്ലതും എന്ന ഇരട്ടത്താപ്പ് ഇടതുപക്ഷം ഒരിടത്തും സ്വീകരിച്ചിട്ടില്ല. മാത്രമല്ല BJPയുമായി അന്തർധാരയുണ്ടെന്ന് പറയുന്ന ആളുകൾ ശ്രദ്ധിക്കണം. മുഖ്യമന്ത്രി പറഞ്ഞത് മുഖ്യമന്ത്രി എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നില്ല എന്ന് ചോദിച്ചത് കോൺഗ്രസിന്റെ പ്രധാന നേതാവാണ്. കൂടാതെ കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാവ് കേരളത്തിൽ വന്ന് ഇടതുപക്ഷത്തോട് പോരടിക്കുന്നത് എന്തിനെന്ന യുക്തി ഉയരുന്നുവെന്നും മുഖ്യമന്ത്രി ഇന്ന് കുറ്റപ്പെടുത്തലായി പറഞ്ഞു. മാത്രമല്ല വോട്ട് കണക്കിലേക്ക് മുഖ്യമന്ത്രി ഇന്ന് വളരെ വിശദമായി തന്നെ കടന്നു. അദ്ദേഹം പറഞ്ഞ കാര്യം ഇങ്ങനെയാണ്: തെരഞ്ഞെടുപ്പ് പരാജയത്തിന് ശേഷം ഒരു കോൺഗ്രസ് നേതാവ് മുഖ്യമന്ത്രി ഉത്തരവാദിത്തം ഏറ്റെടുത്ത് രാജിവെക്കണമെന്ന് പറഞ്ഞു. ആ ഉപദേശം കൂടുതൽ ഉചിതമാകുന്നത് നിങ്ങളുടെ ചില മുഖ്യമന്ത്രിമാർക്കെന്ന് ഇന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭയിൽ പറഞ്ഞു. ഹിമാചലിലും കർണാടകയിലും ഒക്കെ അങ്ങനെയാണോ പറയുക എന്ന് മുഖ്യമന്ത്രി ഇന്ന് ചോദിക്കുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി. മാത്രമല്ല മുഖ്യമന്ത്രി ഇന്ന് ലീഗിനെതിരെയും കാര്യമായ ചില വിമർശനങ്ങൾ ഉന്നയിച്ചു. അതിൽ ഏറ്റവും പ്രധാനം അടിയന്തര പ്രമേയ വേളയിൽ ഇന്ന് അടിയന്തര പ്രമേയ നോട്ടീസ് നൽകിയ N. ഷംസുദ്ദീൻ
കുരയ്ക്കരുത് എന്ന ഭരണപക്ഷത്തിരിക്കുന്ന ആളുകളെ നോക്കി പറഞ്ഞിരുന്നു. സ്വാഭാവികമായും അതിനും ഇന്ന് കാര്യമായ ഒരു മറുപടി മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായി. മുസ്ലിം ലീഗിന് വിജയത്തിന്റെ മത്ത് പിടിച്ചു എന്നുള്ളതായിരുന്നു മുഖ്യമന്ത്രിയുടെ കുറ്റപ്പെടുത്തൽ. പട്ടികളെന്ന് വിളിക്കാതെ ഭരണപക്ഷത്തെ പട്ടി എന്ന് വിളിച്ചുവെന്നും മുഖ്യമന്ത്രി ഇന്ന് ചർച്ചാ സമയത്ത് നിയമസഭയിൽ സംസാരിക്കവേ പറഞ്ഞു. പരാജയ കാരണം വിശദമായി പരിശോധിക്കും. ഈ പരാജയം ആത്യന്തികമായ പരാജയമല്ല, ജനങ്ങൾക്കൊപ്പം ഞങ്ങൾ ഉണ്ടാകുമെന്നും മുഖ്യമന്ത്രി ഇന്ന് നിയമസഭയിൽ പറഞ്ഞു. പക്ഷേ അതിന് മറുപടിയായി ഇന്ന് പ്രതിപക്ഷ നേതാവ് വീണ്ടും സമയമെടുത്ത് പറഞ്ഞ കാര്യം ഇങ്ങനെയായിരുന്നു: സ്വന്തം മണ്ഡലത്തിലെങ്കിലും എന്ത് സംഭവിച്ചു, വോട്ട് ചോർന്നു എന്നുള്ള കാര്യം മുഖ്യമന്ത്രി പരിശോധിക്കണം. അപ്പോഴാണ് മുഖ്യമന്ത്രി തൃശ്ശൂരിലടക്കം കണക്കുകളെടുത്ത് മുന്നോട്ട് വെച്ചത്. 2019 UDF തൃശ്ശൂരിൽ വോട്ട് കുറഞ്ഞുവെന്നും മാത്രമല്ല തൃശ്ശൂരിൽ ക്രൈസ്തവ സഭ സുരേഷ് ഗോപിയെ സഹായിച്ചെന്ന പരോക്ഷ പരാമർശവും ഇന്ന് മുഖ്യമന്ത്രി നിയമസഭയിൽ നടത്തിയ സ്കേൽ. ഓക്കെ, ഷഫീദ് റാവുത്തർ. ചെറും ചെറാടിയും പറയുന്നു, കഷ്ടപ്പെട്ട് പണിയെടുത്ത ആളുകൾക്കല്ലേ, പ്രവർത്തകർക്കല്ലേ വിഷമം കാണൂ എന്നാണ് പറയുന്നത്. അറുതിയില്ലാത്ത അക്രമ സംഭവങ്ങളുടെ കേന്ദ്രമായി കൊച്ചി നഗരം മാറുകയാണോ? ഏറ്റവും ഒടുവിലത്തെ സംഭവം പള്ളത്താംകുളങ്ങരയിലെ വനിതാ ഓട്ടോ ഡ്രൈവർക്ക് നേരെ ഉണ്ടായ കടുത്ത ആക്രമണമാണ്. അതിക്രൂരമായ മർദ്ദനമാണ് ഈ വനിതാ ഓട്ടോ ഡ്രൈവർ ഇന്നലെ അനുഭവിച്ചത്. എന്തിനാണ് ആക്രമിക്കപ്പെട്ടത് എന്നുപോലും അവർക്കിതുവരെ അറിയില്ല എന്നതാണ് ഏറ്റവും വലിയ ദുരന്തം. ഓട്ടോറിക്ഷ ഓടിച്ച കുടുംബം പുലർത്തിയിരുന്ന ആ യുവതി കടുത്ത രീതിയിൽ ആക്രമിക്കപ്പെട്ടു. നട്ടലിനും വാരിയലിനും ഗുരുതരമായി പരിക്കേറ്റു. ചികിത്സയിൽ തുടരുകയാണ്. ആക്രമണം നടത്തിയവർ ഇപ്പോഴും ഇരുട്ടിൻ്റെ മറവിലാണ്. അവരെ വെളിച്ചത്തേക്ക് കൊണ്ടുവന്നേ പറ്റൂ. ചാത്തങ്ങാട് ബീച്ചിൽ നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ ഭാഗത്താണ് ജയ എന്ന ഓട്ടോ ഡ്രൈവറെ ഇന്നലെ രാത്രി അതിക്രൂരമായി ഉപദ്രവിച്ച ശേഷം അക്രമികൾ മുങ്ങുകയും ചെയ്തത്. ക്രൂരമായ ഉപദ്രവത്തിൽ നട്ടലിനും വാരിയലിനും അടക്കം പരിക്കേറ്റ ജയ ഇപ്പോൾ ICUവിൽ ചികിത്സയിൽ കഴിയുകയാണ്. പ്രായമായ അമ്മയടങ്ങുന്ന കുടുംബത്തിന്റെ ഏക ആശ്രയമായിരുന്നു ഓട്ടോറിക്ഷ ഡ്രൈവറായിരുന്ന ജയ. ഓട്ടോറിക്ഷ ഓടിച്ച് ജീവിച്ചിരുന്ന യുവതിയെയാണ് ഇന്നലെ ഇരുട്ടിന്റെ മറവിൽ ജീവിക്കുന്ന 3 ക്രിമിനലുകൾ ചേർന്ന് ക്രൂരമായി ആക്രമിച്ചത്. ആശുപത്രിയിൽ കിടക്കുന്ന രോഗിയെ കാണാൻ പോകുന്നുവെന്ന് പറഞ്ഞതോടെയാണ് സന്ധ്യയ്ക്ക് 6 മണിയായിട്ടും ജയ ഓട്ടം പോകാൻ തയ്യാറായത്. കളമശ്ശേരി മെഡിക്കൽ കോളേജിലടക്കം പോയ ശേഷം തിരികെ ചാത്തങ്ങാട് ബീച്ചിൽ പോകണമെന്ന് ഓട്ടോറിക്ഷയിൽ ഉണ്ടായിരുന്ന 3 പേർ ആവശ്യപ്പെട്ടു. അവിടെ വെച്ചാണ് ജയ ക്രൂരമായി ആക്രമിക്കപ്പെടുന്നത്. ഭാരമുള്ള വസ്തു കൊണ്ടുള്ള ഇടിയേറ്റ് ജയയുടെ കൈക്ക് ഒടിവ് സംഭവിച്ചു. 1-ലധികം വാരിയലുകൾ പൊട്ടി. നടുവിന് ഗുരുതരമായി പരിക്കേറ്റു. നന്നായിട്ട് തല്ലിയിട്ടുണ്ട്. പുറത്തൊക്കെ മൊത്തം ഇടിച്ച പാടാണ്. നട്ടലിന് പൊട്ടലുണ്ട്. ഈ പക്കിലുള്ള 2 വാരിയലിന് പൊട്ടുണ്ട്. ഇപ്പൊ കൈ പിടിഞ്ഞിട്ടുണ്ട്. പിന്നെ ലൻസിന്റെ അവിടെ ബ്ലഡ് കെട്ടി കണ്ടിട്ട് ഇപ്പൊ അവിടെ ഇങ്ങനെ ഇതാക്കി കൊണ്ടുപോയി. ജയയെ ക്രൂരമായി ആക്രമിച്ച ശേഷം ഫോണും മോഷ്ടിച്ചുകൊണ്ടാണ് അക്രമികൾ കടന്നു കളഞ്ഞത്. ശരീരമാസകലം മുറിവുകളും ഒടിവുകളും സംഭവിച്ച ജയയെ പോലീസ് എത്തിയാണ് ആംബുലൻസിൽ ആശുപത്രിയിലേക്ക് മാറ്റിയത്. നിലവിളിച്ച് കിടക്കണേ, എന്നെ രക്ഷിക്കുക, എന്നെ 3 ആൾക്കാർ വന്ന് തല്ലിയിട്ടുണ്ട് പോയി, എന്റെ മൊബൈൽ എടുത്തുകൊണ്ട് പോയി, എന്നെ രക്ഷിക്കുക എന്നും പറഞ്ഞിട്ടാണ് ഇവർ കിടന്ന് തൊല്ലോളിക്കുന്നത്. 10 മിനിറ്റിനുള്ളിൽ പോലീസുകാർ ഇവിടെ വന്ന്, ഞാനപ്പോ ഇവര് ഈ യുവതി പറയാണ്ട് ഇല്ലാസ്ഖാനെ വിളിക്കണം എന്ന് പറഞ്ഞാൽ അവർ ഒരു സ്റ്റാൻഡിൽ ഓർണതാണ്. ഞാനപ്പോ പുള്ളിനെ വീട്ടിൽ പോയി വിളിച്ചിട്ട് വന്ന്. അക്രമ സംഭവത്തിൽ ഞാറക്കൽ പോലീസ് കേസെടുത്തുവെങ്കിലും പ്രതികളെ കുറിച്ച് ഒരു സൂചന പോലും പോലീസിന് ലഭിച്ചിട്ടില്ല. ഇതോടെ ഓട്ടോറിക്ഷ ഡ്രൈവർമാരടക്കം പ്രതിഷേധവുമായി റോഡിലിറങ്ങി. ജയ ആക്രമിക്കപ്പെട്ട ചാത്തങ്ങാട് ബീച്ചിലേക്കുള്ള വഴിയിൽ വഴിവിളക്കുകളൊന്നും കത്താത്തതും CCTV ക്യാമറകൾ ഇല്ലാത്തതും അക്രമികൾക്ക് രക്ഷയായി. ജയയുടെ അക്രമികളെ കണ്ടുപിടിക്കാൻ താമസിച്ചാൽ ശക്തമായ പ്രതിഷേധവുമായി പോലീസ് സ്റ്റേഷനിലേക്ക് എത്തുമെന്നാണ് ഓട്ടോ തൊഴിലാളികളുടെ മുന്നറിയിപ്പ്. ആശുപത്രിയിൽ കിടക്കുന്ന രോഗിയെ കാണാൻ പോകണമെന്ന് പറഞ്ഞതുകൊണ്ടാണ് അസമയത്തും ജയ ആ ഓട്ടത്തിന് തയ്യാറായത്. അങ്ങനെ സഹായമനസ്കയായി മുന്നോട്ട് വന്ന ഒരു യുവതിയെയാണ് ക്രൂരമായി ഉപദ്രവിച്ചത്. നിലവിൽ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുമ്പോഴും ചികിത്സയ്ക്ക് പോലും പണമില്ലാതെ കഷ്ടപ്പെടുകയാണ് ആ കുടുംബം. ക്രിമിനലുകളെ കണ്ടെത്തുന്നതിനൊപ്പം തന്നെ ജയയ്ക്ക് ആവശ്യമായ സഹായങ്ങൾ എത്തിച്ചു കൊടുക്കാനും പൊതുസമൂഹം ഉൾപ്പെടെ തയ്യാറാകേണ്ട സാഹചര്യമാണ് നിലനിൽക്കുന്നത്. ക്യാമറമാൻ റിജയ്ക്കൊപ്പം S. ശ്യാംകുമാർ, 24 കൊച്ചി. പൊതുജനം കഴുതയല്ല സാർ. കൊച്ചി പഴയ കൊച്ചിയല്ല നമ്മൾ പറയാറുണ്ട്. കൊച്ചി നഗരം വളരുകയാണ്. ഈ നഗരം വളരുമ്പോൾ അതിൻ്റെ
ഓരങ്ങളിൽ ഇങ്ങനെയുള്ള സാമൂഹ്യ വിരുദ്ധന്മാരും വളരും എന്നത് ഏത് നഗരത്തിൻ്റെ വളർച്ച പരിശോധിച്ചാലും നമുക്ക് മനസ്സിലാകും. കൊച്ചി നഗരത്തിലെ ഈ അധോലോക സംഘങ്ങളെ അമർച്ച ചെയ്യാൻ കഴിയണം. പാവ ഒരു കുടുംബം പോറ്റാൻ വേണ്ടി ഓട്ടോറിക്ഷ ഓടിച്ച ഒരു വനിതയാണ് ഇപ്പോൾ അതിഭീകരമായി ആക്രമിക്കപ്പെട്ടത്. എന്തായാലും ഈ കുറ്റവാളികളെ കണ്ടുപിടിക്കാൻ പോലീസ് എല്ലാ ശാസ്ത്രീയ സാധ്യതകളും ഉപയോഗിച്ച് ഇവരെ ഇരുമ്പഴിക്കുള്ളിലാക്കുക. അതല്ലെങ്കിൽ ഈ കൊച്ചി നഗരത്തിൽ രാത്രിയും പകലുമില്ലാതെ ഓടിക്കൊണ്ടിരിക്കുന്ന വനിതകൾക്ക് ഓട്ടോറിക്ഷ ഓടിക്കാനുള്ള ഒരു ധൈര്യം കിട്ടിയില്ല എന്ന് വരും. മാത്രമല്ല ഈ മഹാനഗരത്തിൽ ആളുകൾക്ക് ഇറങ്ങി യാത്ര ചെയ്യാനും പ്രയാസം തോന്നും രാത്രി പുലർന്നാൽ. ഒരു ഇടവേളയ്ക്ക് ശേഷം തലസ്ഥാനത്തിൻ്റെ തെരുവുകളിൽ വീണ്ടും തെരുവ് യുദ്ധം തുടങ്ങി. ബാർകോഴ ആരോപണത്തിൽ നിയമസഭയ്ക്ക് അകത്തും പുറത്തും പ്രതിഷേധം ശക്തമാക്കി ഇന്ന് പ്രതിപക്ഷം. അടിയന്തര പ്രമേയമായി വിഷയം സഭയിൽ കൊണ്ടുവന്നതിന് പിന്നാലെ നിയമസഭയിലേക്ക് മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസിൻ്റെ മാർച്ചുണ്ടായി. പ്രതിപക്ഷ ആരോപണങ്ങൾക്ക് തടയിടാൻ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ്റെ മകന് ക്രൈംബ്രാഞ്ച് ഇന്ന് നോട്ടീസും അയച്ചു. അത് എനിക്ക് തോന്നുന്നത് അവരുടെ വാട്സപ്പിൻ്റെ അഡ്മിൻ മാത്രമാണ് തിരുവഞ്ചൂരിൻ്റെ മകൻ. നിയമസഭാ സമ്മേളനത്തിന് തൊട്ടു മുമ്പ് വീണ് കിട്ടിയ ബാർകോഴ ആയുധം പരമാവധി ഉപയോഗപ്പെടുത്തുകയാണ് പ്രതിപക്ഷം. എക്സൈസ് മന്ത്രി എം ബി രാജേഷിന്റെ രാജി ആവശ്യപ്പെട്ട് തുടങ്ങിയ പ്രതിഷേധം നിയമസഭയ്ക്കകത്തും പുറത്തുമെത്തി. ഇന്നലെ നിയമസഭയിലെങ്കിൽ ഇന്ന് സഭയ്ക്ക് പുറത്ത്. പ്രതിപക്ഷ നേതാവിന്റെ സാന്നിധ്യത്തിൽ നടത്തിയ യൂത്ത് കോൺഗ്രസ് മാർച്ചും സംഘർഷഭരിതമായി. പിണറായി സർക്കാരിനെതിരെ പ്രതിപക്ഷത്തിന് അവിചാരിതമായി വീണുകിട്ടിയ ആയുധമാണ് ബാർകോഴ. അന്ന് കെ എം മാണിക്കെതിരായ അഴിമതി ആരോപണം 1 കോടിയെങ്കിൽ ഇന്ന് ഇടതു സർക്കാരിനെതിരെ ഉയർന്നത് 20 കോടിയുടെ കോഴ ആരോപണമാണ്. എക്സൈസ് ടൂറിസം മന്ത്രിമാരെയും മുഖ്യമന്ത്രിയെയും ലക്ഷ്യമിട്ടാണ് പ്രതിപക്ഷ നീക്കം. മന്ത്രി എം ബി രാജേഷിന്റെ രാജി ആവശ്യപ്പെട്ട തൃത്താലയിലെ വീട്ടിലേക്കുള്ള പ്രതിഷേധ മാർച്ചോടെ തുടക്കമിട്ട ബാർകോഴ സമരം ഇന്നലെ നിയമസഭയിലെത്തി. ഇന്ന് 2 മന്ത്രിമാരുടെ രാജി ആവശ്യപ്പെട്ട തെരുവിലും പ്രതിഷേധമിരമ്പി. ഇത് കൊടിയ അഴിമതിയാണ്. അപ്പോൾ ഞാൻ പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയിൽ വിജിലൻസ് അന്വേഷണം നടക്കണം. ഇത് അഴിമതി നിരോധന നിയമത്തിൻ്റെ പരിധിയിൽ വരുന്ന കാര്യമാണ്. അഴിമതി നിരോധന നിയമത്തിൻ്റെ 8, 9, 12 വകുപ്പനുസരിച്ച് അന്വേഷിക്കപ്പെടേണ്ട കേസാണ്. CPIM-നെയും മുഖ്യമന്ത്രിയെയും ലക്ഷ്യമിട്ട സമരം കടുപ്പിക്കുന്നതിനിടെയാണ് സർക്കാരിന്റെ മറ്റൊരു നീക്കം ഇന്നുണ്ടായത്. അത് മുൻ മന്ത്രിയും കോൺഗ്രസ് നേതാവുമായ തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ മകനെതിരായിരുന്നു. വിവാദ ശബ്ദരേഖ ചോർന്ന വാട്സപ്പ് ഗ്രൂപ്പിൽ അർജുൻ അംഗമാണെന്ന് ആരോപിച്ചാണ് ക്രൈംബ്രാഞ്ച് നോട്ടീസ് അയച്ചത്. നീക്കം രാഷ്ട്രീയ പ്രേരിതമെന്ന് അർജുൻ രാധാകൃഷ്ണൻ പ്രതികരിച്ചു. ഇതിൻ്റെ അകത്തൊരു കറപ്ഷൻ ആര് ചെയ്തു? ഇതിൻ്റെ അകത്ത് ഒരു ഓർഗനൈസ്ഡ് ആയിട്ട് ഈ അസോസിയേഷൻ ഉള്ളവർ ഇതിൻ്റെ അകത്ത് ഓർഗനൈസ്ഡ് ആയിട്ട് പൈസ പിരിച്ചിട്ടുണ്ടോ? ആ പൈസ പിരിച്ചിട്ടുണ്ടെങ്കിൽ ആ പൈസ എവിടെയാണ് എത്തിയിരിക്കുന്നത്? അത് അസോസിയേഷൻ്റെ കയ്യിലാണോ, അല്ലെ അതിൽ നിന്ന് ഇത് സർക്കാരിൻ്റെ കയ്യിൽ പോയോ, അല്ലെ ഈ സർക്കാരിൻ്റെ ഭരിക്കുന്ന പാർട്ടിയുടെ കയ്യിൽ പോയിട്ടുണ്ടോ? അതിനെക്കുറിച്ചല്ലേ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യേണ്ടത്. അതിൻ്റെ അകത്ത് അർജുൻ രാധാകൃഷ്ണൻ എന്ത് പങ്കാണെന്നാണ് ഇവർ പറയുന്നത്. ഉമ്മൻചാണ്ടി സർക്കാരിനെ മുൾമുനയിൽ നിർത്തിയ ബാർകോഴ പിണറായി സർക്കാരിനെ തിരിഞ്ഞുകൊത്തിയെന്നാണ് പ്രതിപക്ഷ ആക്ഷേപം. ആരോപണങ്ങളെല്ലാം നിയമവഴിക്ക് വിട്ട മുഖം രക്ഷിക്കാനാണ് സർക്കാർ നീക്കം. MG പ്രതീഷ്, 24 തിരുവനന്തപുരം. സിജീഷ് ചാലയുടെ യൂട്യൂബ് സന്ദേശം. അദ്ദേഹം പറഞ്ഞു, ഇന്നത്തെ പന്തീരാങ്കാവ് പീഡന വാർത്തകൾ കാണുമ്പോൾ പന്തീരാങ്കാവ് SHO കാര്യങ്ങൾ മുൻകൂട്ടി കണ്ട് മാധ്യമ ചർച്ച നടത്തിയതാണോ എന്ന് തോന്നും. എന്തൊരു പുകലായിരുന്നു. 24 ചാനൽ തന്നെ സംഭവത്തിന് 4 ദിവസം കഥാപ്രസംഗം നടത്തിയെന്നാണ് സുജീഷ് പറയുന്നത്. തീർച്ചയായിട്ടും ഇന്നത്തെ പന്തീരാങ്കാവിലെ യുവതിയുടെ വെളിപ്പെടുത്തൽ, അവരുടെ വീഡിയോ, ഇതൊക്കെ തന്നെ ഒരുപാട് ദുരൂഹതകൾ ഉണ്ടാക്കുന്നു. സത്യം കണ്ടുപിടിക്കാൻ നമ്മളും ശ്രമിക്കാം. ശരിക്കും ഒരു യുവതി ഇങ്ങനൊരു ഗാർഹിക പീഡനം നടന്നു എന്ന പരാതിയുമായി വന്നാൽ തീർച്ചയായിട്ടും ആ പരാതി കഴമ്പുണ്ടെന്ന് തോന്നിയാൽ അത് റിപ്പോർട്ട് ചെയ്യേണ്ടത് കഥാപ്രസംഗ രൂപത്തിലായാലും ഓട്ടംതുള്ള രൂപത്തിലായാലും നമ്മൾ അവതരിപ്പിക്കേണ്ടേ സുഹൃത്തേ. അപ്പോൾ ഒരു ഇടവേള കഴിഞ്ഞു വരുമ്പോൾ കാട്ടിലെ തടി തേവരുടെ ആന എന്ന് പറഞ്ഞ പോലെയാണ് മലപ്പുറം ചങ്ങരംകുളത്തെ മുക്കുതല PSN ഗവൺമെൻറ് സ്കൂളിൻ്റെ അവസ്ഥ. എന്തേ ഇങ്ങനെ പറയാൻ കാരണം? ഇടവേള കഴിഞ്ഞ് പറയാം. ബ്രേക്ക്. ഹായ് പ്രിയപ്പെട്ട പ്രേക്ഷകരെ, വീണ്ടും സ്വാഗതം. പ്രതികരണ വേദി തുടരുകയാണ്. ആലി അൽഫ പറയുന്നു, കാട്ടിലെ തടി തേവരുടെ ആന, വലിയടാ വലി എന്നുകൂടി പറയാം. വലിയടാ വലി, ഒരു കുഴപ്പമില്ല, ഭരിക്കട്ടെ. അപ്പം അതുപോലെ ബിജു പറയുന്നു,
കൊച്ചിക്ക് മുഴുവൻ ക്രെഡിറ്റും കൊടുക്കേണ്ട എറണാകുളം എന്നും കൂടി പറയൂ. കൊച്ചി എന്ന മഹാനഗരത്തെക്കുറിച്ച് പറയുമ്പോൾ നമുക്ക് അങ്ങനെയല്ലേ പറയാൻ കഴിയൂ. എന്തായാലും എറണാകുളം ജില്ലയിൽ പൊതുവേ ഈ അധോലോക നായകന്മാരുണ്ട് എന്നത് പല പോലീസ് ഓഫീസേഴ്സും പരസ്യമായിട്ടും രഹസ്യമായിട്ടും ഒക്കെ പറയുന്നുണ്ട്. അവർക്കൊക്കെ യഥാർത്ഥത്തിൽ കിടക്കേണ്ട സ്ഥലം കാണിച്ചു കൊടുത്തില്ലെങ്കിലും നമ്മുടെ നഗരവാസികളുടെ ജീവിതം ഒരല്പം സമാധാന ഭംഗം നേരിടും എന്ന കാര്യത്തിൽ സംശയമില്ല. ഒന്നുകൂടെ പറയാം, കാട്ടിലെ തടി തേവരുടെ ആന വലിയടാ വലി എന്ന് പറഞ്ഞ പോലെയാണ് മലപ്പുറം ചങ്ങരംകുളത്തെ മുക്കുതല PCN ഗവൺമെൻറ് സ്കൂളിൻ്റെ അവസ്ഥ. ഇപ്പോൾ പൊതു ഖജനാവിൽ നിന്ന് കോടികൾ ചെലവഴിച്ചു ഒരു സിന്തറ്റിക് ട്രാക്ക് നിർമ്മിക്കാൻ. ഇന്നലെ ഗ്രൗണ്ട് തുറന്നു കൊടുക്കാൻ അധികൃതർ ഇതുവരെ എന്തുകൊണ്ടോ തയ്യാറായിട്ടില്ല. വഞ്ചി തിരുനക്കര കടന്ന് കറങ്ങുക. മൂക്കുത്തല ഗവൺമെൻറ് PCN ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ പുതിയ ഗ്രൗണ്ടാണിത്. സിന്തറ്റിക് ട്രാക്കും എല്ലാമായി കോടികൾ ചെലവഴിച്ച് നിർമ്മിച്ച ഒരു സ്റ്റേഡിയം. പക്ഷേ ഈ സ്റ്റേഡിയം പണി കഴിഞ്ഞ് ഒരു വർഷം പിന്നിട്ടു, ഇതുവരെ തുറന്നു കൊടുത്തിട്ടില്ല. മാത്രമല്ല ഫുട്ബോൾ, ക്രിക്കറ്റ് അടക്കമുള്ളവ ധാരാളം ആളുകൾ ഇവിടെ പ്രാക്ടീസ് ചെയ്തിരുന്നു. അതിനുള്ള അവസരവും പുതിയ സ്റ്റേഡിയത്തിലില്ല എന്നുള്ളതാണ് നാട്ടുകാരുടെ പരാതി. സ്കൂൾ മൈതാനത്ത് സിന്തറ്റിക് ട്രാക്ക് എല്ലാം നിർമ്മിച്ച് മനോഹരമാക്കിയിട്ടുണ്ട്. വോളിബോൾ, ഹൈ ജമ്പ്, ലോങ് ജമ്പ്, പോൾ വാൾട്ട് ഉൾപ്പെടെയുള്ള മത്സരങ്ങൾക്കും പുതിയ ഗ്രൗണ്ടിൽ സംവിധാനമുണ്ട്. നൂറുകണക്കിന് കുട്ടികൾ പഠിക്കുന്ന സ്കൂളിൽ നിർമ്മിച്ച സിന്തറ്റിക് ട്രാക്ക് സ്കൂളിലെ കുട്ടികൾക്ക് പോലും പരിശീലനത്തിന് കഴിയാത്ത വിധമാണ് നിലവിലെ അവസ്ഥ. പണി പൂർത്തിയായി വർഷം 1 കഴിഞ്ഞിട്ടും സ്റ്റേഡിയം തുറന്നു കൊടുക്കാത്തതാണ് പ്രശ്നം. നേരത്തെ പ്രദേശത്തെ നൂറുകണക്കിന് ആളുകൾ ഫുട്ബോൾ, ക്രിക്കറ്റ് അടക്കമുള്ളവ ഇവിടെ പ്രാക്ടീസ് ചെയ്തിരുന്നു. പുതിയ ഗ്രൗണ്ടിൽ അതിനുള്ള സംവിധാനമില്ലെന്നും നാട്ടുകാർ പരാതി പറയുന്നു. ഇപ്പോൾ ഇവിടെ പ്രാക്ടീസ് ചെയ്യാൻ കഴിയില്ല, ഒരു വിധത്തിലും ഇവിടെ കളിക്കാൻ കഴിയില്ല. കാരണം ഇത് 5 പേർക്കും കളിക്കാൻ പറ്റില്ല. ഇനിയിപ്പോൾ 5 പേരുടെ ഗ്രൗണ്ട് ആണെങ്കിലും അവിടെയൊക്കെ കുറ്റും കൊളുത്തൊക്കെയാണ്, അതിലെങ്ങനെ കളിക്കാം? ഇപ്പോൾ ഇത് വെറും ഈ സിന്തറ്റിക് ട്രാക്കും പിന്നെ ഈ ഹാമർ ത്രോ അല്ലെങ്കിൽ ജാവലിൻ ത്രോ, ഡിസ്കസ് ത്രോ ഇതിന് മാത്രമേ കഴിയുന്നുള്ളൂ. അതും ഇവിടുന്നൊരു സ്റ്റേറ്റ് താരപ്പോൾ 2 കൊല്ലമായി ആരും പോയതായിട്ട് അറിവില്ല. ഗ്രൗണ്ടിലെ വിലപിടിപ്പുള്ള വലകളും മറ്റും നായകൾ കടിച്ചു കീറിയ അവസ്ഥയാണ്. പരിപാലിക്കാൻ ആളില്ലാത്തതിനാൽ ട്രാക്കിലെ പല ഭാഗവും വെള്ളം കെട്ടിനിന്ന് നശിക്കുകയാണ്. മുൻ സ്പീക്കർ P. ശ്രീരാമകൃഷ്ണൻ അനുവദിച്ച ഫണ്ട് ഉപയോഗിച്ചാണ് ഗ്രൗണ്ട് നിർമ്മിച്ചത്. ഉടൻ തന്നെ സിന്തറ്റിക് ട്രാക്ക് തുറന്നു കൊടുക്കാനുള്ള നടപടികൾ സ്വീകരിക്കുന്നുവെന്നാണ് പൊന്നാനി MLAയുടെ വിശദീകരണം. കോടികൾ ചെലവഴിച്ച് നിർമ്മിച്ച ഈ സ്റ്റേഡിയം ഇപ്പോൾ നശിച്ചുകൊണ്ടിരിക്കുകയാണ്. ഉടനടി ഇത് തുറന്നു കൊടുക്കണമെന്നുള്ളതാണ് നാട്ടുകാരുടെ ആവശ്യം. അതോടൊപ്പം ഫുട്ബോൾ, ക്രിക്കറ്റ് അടക്കമുള്ള മത്സരങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാനുള്ള അവസരവും ഇവിടെ ഉണ്ടാക്കണമെന്നുള്ളതുമാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. സമീർ ബിൻ കരീം, 24, തിരൂർ. പൊതുജനം കഴുതയല്ല സാർ. അതു ആര്യ പറയുന്നു. ആരെങ്കിലും മെസ്സേജ് അയക്കുമ്പോൾ SK സൂചിപ്പിക്കാനുള്ള മെസ്സേജ് അയക്കുക. ഇപ്പോൾ BP കുറച്ച് കൂടുതലുള്ള സമയമാണെന്നാണ് പറയുന്നത്. അതു ആര്യ, അത് എൻ്റെ BPയുടെ കാര്യം എങ്ങനെ മനസ്സിലായി? അപ്പോൾ എന്തായാലും കറക്റ്റ് കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട്. അതു ആര്യ എന്തായാലും അയച്ച മെസ്സേജിൽ ഞാൻ നന്നായി സുഖിച്ചു. എന്നാ ഒരു മെസ്സേജ് അല്ലേ? ഓക്കെ അതു ആര്യ, താങ്ക് യു. സ്ത്രീധനത്തിൻ്റെ പേരിൽ മർദ്ദനമേറ്റെന്ന് ഒരു പെൺകുട്ടി പരാതി പറഞ്ഞപ്പോൾ സമൂഹം ഒറ്റക്കെട്ടായി അവൾക്ക് പിന്തുണ നൽകുന്നതാണ് കോഴിക്കോട് പന്തീരാങ്കാവിൽ നമ്മൾ കണ്ടത്. ദിവസങ്ങൾക്ക് ശേഷം താൻ പറഞ്ഞതെല്ലാം കള്ളമായിരുന്നു എന്ന് പെൺകുട്ടി വെളിപ്പെടുത്തി. കുടുംബത്തിന് പോലും ഈ കാര്യം ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ല. പിന്നെയല്ലേ നമുക്ക്. പെൺകുട്ടി മർദ്ദനമേറ്റതിന് ശാസ്ത്രീയ തെളിവുകളുണ്ടെന്നാണ് പോലീസ് എപ്പോഴും പറയുന്നത്. കുറ്റപത്രം സമർപ്പിക്കാനുള്ള നടപടിയുമായി അതുകൊണ്ട് തന്നെ അന്വേഷണ സംഘം മുന്നോട്ട് പോകുന്നു എന്നാണ് ഞങ്ങളുടെ ബ്യൂറോ വിലയിരുത്തുന്നത്. എന്നാൽ പരാതിക്കാരി മൊഴി മാറ്റിയതിൻ്റെ ബലത്തിൽ കേസ് ഇല്ലാതാക്കാൻ കഴിയുമെന്നാണ് പ്രതിഭാഗം അന്വേഷിച്ചുകൊണ്ടേയിരിക്കുന്നത്. നാടകീയ നീക്കങ്ങൾക്ക് പിന്നാലെയാണ് കേസ് ഒത്തുതീർപ്പാക്കാനുള്ള ശ്രമം. പരാതിയില്ല എന്ന പെൺകുട്ടിയുടെ സത്യവാങ്മൂലം പ്രതിഭാഗം ഹൈക്കോടതിയിൽ സമർപ്പിക്കും. മൊഴിമാറ്റം സമ്മർദ്ദം മൂലമെന്ന് പെൺകുട്ടിയുടെ പിതാവ് പ്രതികരിച്ചു. പ്രതി രാഹുൽ P. ഗോപാലിന്റെ കുടുംബത്തിന്റെ കസ്റ്റഡിയിലാണ് മകളെന്നും പിതാവിന്റെ ആരോപണം. ഞങ്ങളെ പോലും സമ്മർദ്ദത്തിലാക്കി. അവൾ അങ്ങനെ പറഞ്ഞത് ശരിക്കും സമ്മർദ്ദത്തിന് വഴങ്ങിയാണ്. വാർത്താ മാധ്യമങ്ങളിലൂടെ അവർക്ക് ഈ വിവരം കിട്ടിയിട്ടുണ്ടല്ലോ, ഇങ്ങനെ പരാതി കൊടുത്തതും ഞാൻ പറഞ്ഞതും ഒക്കെ. അതിനെ മറികടക്കാൻ വേണ്ടി പറഞ്ഞതാണ്, അത്രേ ഉള്ളൂ. അപ്പോഴും അവരുടെ കസ്റ്റഡിയിൽ നിന്ന് അവർ പറയിപ്പിക്കുന്നതാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കേസ് കൈകാര്യം ചെയ്യുന്നതിൽ പോലീസിന് വീഴ്ചയുണ്ടായെന്ന് പ്രതിഭാഗം അഭിഭാഷകൻ ഷമീം പക്സാൻ 24നോട് പറഞ്ഞു. കേസ് ഒത്തുതീർപ്പാക്കാനുള്ള നടപടികൾ പുരോഗമിക്കുകയാണെന്നും ഇതിനായി ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ട് എന്നും അഭിഭാഷകൻ പ്രതികരിച്ചു. പരാതിക്കാരിയും 1-ാം പ്രതി രാഹുലും തമ്മിൽ സൗന്ദര്യപ്പിണക്കം മാത്രമേ ഉള്ളൂ. ആ സൗന്ദര്യപ്പിണക്കം അവർ പറഞ്ഞു തീർക്കാവുന്ന കാര്യമാണ്. അത്തരത്തിലൊരു സൗന്ദര്യപ്പിണക്കത്തിൻ്റെ വിഷയത്തിൽ ഇത്തരത്തിലും വളരെ വലിയ രീതിയിലേക്ക് ഈ കേസിനെ കൊണ്ടുപോകേണ്ട ആവശ്യം
പോലീസിനില്ലായിരുന്നു. ഒന്നാം പ്രതിയായ രാഹുൽ ഉപദ്രവിച്ചു എന്ന് പറയുന്നതിൻ്റെ വോണ്ട് സർട്ടിഫിക്കറ്റ് പോലും ഇന്നേ ദിവസം വരെ ബഹുമാനപ്പെട്ട ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി 3 മുമ്പാകെ ബോധിപ്പിച്ചിട്ടില്ല. പെൺകുട്ടി നവമാധ്യമങ്ങളിലൂടെ നടത്തിയ വെളിപ്പെടുത്തൽ അന്വേഷണത്തെ ബാധിക്കില്ലെന്നും വ്യക്തമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് കേസന്വേഷണം പുരോഗമിക്കുന്നത് എന്നും ഫറൂഖ് ACP വ്യക്തമാക്കി. സാക്ഷിമൊഴികൾ, മെഡിക്കൽ റിപ്പോർട്ട്, സൈബർ സെൽ രേഖകൾ തുടങ്ങിയ തെളിവുകളെല്ലാം ACP സാജു K എബ്രഹാം ശേഖരിച്ചിട്ടുണ്ട്. 3000-ഓളം പേജുള്ള കുറ്റപത്രം അടുത്ത ആഴ്ച സമർപ്പിക്കാനാണ് പോലീസ് നീക്കം. കേസിൽ മജിസ്ട്രേറ്റ് മുമ്പാകെ പെൺകുട്ടി രഹസ്യമൊഴി നൽകിയതും നിർണായകമാണ്. പ്രതിഭാഗം ഹൈക്കോടതിയെ സമീപിക്കുന്ന സാഹചര്യത്തിൽ അന്വേഷണ സംഘം നിയമോപദേശം തേടാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതിന്റെ പെൺകുട്ടിയെ കാണാനില്ല എന്ന കുടുംബത്തിന്റെ പരാതി വടക്കേക്കര പോലീസ് കഴക്കൂട്ടം പോലീസിന് കൈമാറി. കേസ് ഒത്തുതീർപ്പാക്കാനാണ് പെൺകുട്ടിയും പ്രതിഭാഗവും ശ്രമിക്കുന്നതെങ്കിലും അന്വേഷണവുമായി മുന്നോട്ട് പോകാനാണ് പോലീസിന്റെ തീരുമാനം. കേസിലെ ഒന്നാം പ്രതിയായ രാഹുൽ P. ഗോപാലിനെ നാട്ടിലെത്തിക്കാനുള്ള ശ്രമങ്ങൾ തുടരുകയാണ് അന്വേഷണ സംഘം. കൊച്ചിയിൽ നിന്ന് അശ്വിൻ പാലാഴിക്കൊപ്പം സമീർ C. മുഹമ്മദ്, 24 കോഴിക്കോട്. രാജേഷ് രാജൻ്റെ ഒരു യൂട്യൂബ് സന്ദേശം, അദ്ദേഹം പറഞ്ഞ പന്തീരാങ്കാവ് കേസിൽ മാധ്യമങ്ങൾക്ക് അബദ്ധം പറ്റിയോ എന്ന് പരിശോധിക്കണം. ഈ കേസുള്ള കേസാണോ എങ്കിൽ കൊടുക്കുന്നവർക്ക് എതിരെ നടപടി ഉണ്ടാകണം. അപ്പോൾ എന്തായാലും ഈ കാര്യം, ഈ യുവതിയുടെ വെളിപ്പെടുത്തൽ വന്നതിന് ശേഷം ഈ കേസിൽ ചില ദുരൂഹതകളുണ്ട്, ഏതെങ്കിലും രീതിയിൽ അവർ സമ്മർദ്ദത്തിന് വിധേയമായിട്ടാണോ ഈ വീഡിയോ പുറത്തിറക്കിയത്, ഈ കാര്യമൊക്കെ പരിശോധിച്ച് വരികയാണ് പോലീസ്. വളരെ വൈകാതെ തന്നെ ഇതിൽ സത്യം എന്താണെന്ന് നമുക്കറിയാൻ കഴിയും. ഇന്ന് നടന്ന മറ്റൊരു പ്രധാനപ്പെട്ട സംഭവമാണ് തൃശ്ശൂരിലെ തെരഞ്ഞെടുപ്പ് പരാജയത്തിന് ശേഷം K. മുരളീധരൻ ഡൽഹിക്ക് പോകുന്നു. ഹൈക്കമാൻഡ് നേതാക്കളുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. സോണിയാഗാന്ധിയുമായും കൂടിക്കാഴ്ച ഉണ്ടാകുമെന്ന് സൂചന വരുന്നു. ദീപക് തിരുമണം കോഴിക്കോട് നിന്ന് ഇതിൻ്റെ വിശദാംശങ്ങളുമായി ചേരുന്നു. ദീപക്, എന്തൊക്കെയാണ് നമുക്ക് K. മുരളീധരനിൽ നിന്ന് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്? SKN K. മുരളീധരൻ ഒന്നും വിട്ടുപറയുന്നില്ല. പക്ഷേ കോൺഗ്രസ് നേതൃത്വത്തെ ആകെ K. മുരളീധരൻ ഒരു മുൾമുനയിൽ നിർത്തുകയാണ്. അതായത് അദ്ദേഹം പൊതുപരിപാടികളിൽ പോകുന്നില്ല, വിട്ടുനിൽക്കുന്നു. പക്ഷേ എന്നാൽ കോൺഗ്രസ് ആയി തുടരുകയും ചെയ്യും എന്ന് അദ്ദേഹം കൃത്യമായി നമ്മുടെ 24ന്റെ അഭിമുഖത്തിലാണ് അദ്ദേഹം നിലപാട് വ്യക്തമാക്കിയത്. നാളെ K. മുരളീധരൻ, അതായത് തൃശ്ശൂരിലെ ദയനീയമായ തോൽവിക്ക് ശേഷം കോൺഗ്രസ് നേതൃത്വവുമായി അകൽച്ച പാലിച്ചുകൊണ്ട് നിൽക്കുന്നതിനിടയിലാണ് നാളെ K. മുരളീധരൻ ഡൽഹിക്ക് പോകുന്നത്. ഡൽഹിയിൽ നിർണായകമായ ചില കൂടിക്കാഴ്ചകൾ ഉണ്ടാകുമെന്നാണ് നമുക്ക് സൂചന. പക്ഷേ അല്പം മുമ്പ് ഞാൻ K. മുരളീധരനുമായി സംസാരിച്ച സമയത്ത് അദ്ദേഹം ഒന്നും വിട്ടുപറയാൻ തയ്യാറല്ല. ഡൽഹിയിലേക്ക് പോകുന്നുണ്ട്, 2-3 ദിവസം ഡൽഹിയിൽ ഉണ്ടാകും എന്ന് അദ്ദേഹം സ്ഥിരീകരിക്കുന്നു. പക്ഷേ നമുക്ക് ലഭ്യമാകുന്ന സൂചന അനുസരിച്ച് സോണിയാഗാന്ധി ഉൾപ്പെടെയുള്ളവരുമായി കൂടിക്കാഴ്ചയുണ്ടാവും, മറ്റു ചിലരുമായും ചില കൂടിക്കാഴ്ചകൾ നടന്നേക്കുമെന്ന സൂചനയാണ് ലഭിക്കുന്നത്. ഏതായാലും തൃശ്ശൂരിലെ തോൽവിക്ക് കൃത്യമായ കാരണം അദ്ദേഹം പറഞ്ഞു. അതായത് അത് തോൽവിക്ക് കാരണക്കാരെ കുറിച്ച് ഒരു അന്വേഷണ കമ്മീഷൻ പോലും വേണ്ട, അവരെ ജനങ്ങൾ കൈകാര്യം ചെയ്യുമെന്ന മുന്നറിയിപ്പാണ് SKN നമ്മുടെ അഭിമുഖത്തിൽ നൽകിയത്. ഏതായാലും അതിനുശേഷത്തെ അദ്ദേഹത്തിന്റെ ഡൽഹി യാത്ര നിർണായകമാണ്. SKN. ഓക്കെ, താങ്ക് യു ദീപക് തിരുമണം. ഇനി നമുക്കൊരു കുഞ്ഞു ഇടവേള വേണം. ഇടവേള കഴിയുമ്പോൾ കുറ്റകൃത്യങ്ങളുടെ വാർത്താ ലോകത്തേക്ക് നമ്മൾ പോകും. കേസ് ഡയറിയുമായി റിയൽ ലൈഫ് അല്ല റിയൽ ലൈഫ്. പുറത്തു വരുന്നത് കന്നഡ സൂപ്പർ സ്റ്റാർ ദർശനെ പറ്റിയാണ്. നാടൊന്നാകെ നടുക്കിയ ഒരു കൊലപാതക കേസിൽ തെന്നിന്ത്യൻ സൂപ്പർ താരം ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നു. ചിത്രദുർഗ സ്വദേശി രേണുകാസ്വാമി കൊല്ലപ്പെട്ട കേസിലാണ് ഇയാൾ അറസ്റ്റ് നടന്നിരിക്കുന്നത്. കന്നഡ നടി പവിത്ര ഗൗഡയും ഈ കേസിൽ പിടിയായിട്ടുണ്ട്. അതായത് കൊട്ടേഷൻ സംഘത്തെ ഉപയോഗിച്ച് ഒരാളെ കൊലപ്പെടുത്തുക, ഒരു സ്ത്രീയെ കൊലപ്പെടുത്തിയ കേസിലാണ് പിടിയിലായിരിക്കുന്നത്. സിനിമ പോലെയാണ് ജീവിതമെന്ന് ഈ മനുഷ്യൻ തെറ്റിദ്ധരിച്ചോ എന്ന് സംശയമുണ്ട്. ഇടവേള കഴിഞ്ഞ് നമുക്ക് വിശദമായി പരിശോധിക്കാം ഈ കേസ്. ബ്രേക്ക്. ഇന്ന് വല്ലാത്ത നിർഭാഗ്യകരമായ ഒരു ഷോക്കിംഗ് ആയിട്ടുള്ളൊരു വാർത്തയാണ് ചലച്ചിത്ര ലോകത്തു നിന്ന് വന്നത്. കുറ്റകൃത്യങ്ങളുടെ വാർത്താ ലോകത്തേക്ക് നമ്മളിന്ന് കടന്നിരുന്നു. കേസ് ഡയറി. ഇത് റിയൽ ലൈഫ് അല്ല, ശരിക്കും റിയൽ ലൈഫാണ്. പറഞ്ഞു വരുന്നത് കന്നഡ സൂപ്പർ സ്റ്റാർ ദർശനെ പറ്റിയാണ്. നാടൊന്നാകെ നടുക്കിയ ഒരു കൊലപാതക കേസിലെ പ്രതിയാണ് ഇപ്പോൾ തെന്നിന്ത്യൻ സൂപ്പർ താരം. ചിത്രദുർഗ സ്വദേശിയായ രേണുകാസ്വാമി കൊല്ലപ്പെട്ട കേസിലാണ് ഈ അറസ്റ്റ് നടന്നിരിക്കുന്നത്. കന്നഡ നടി പവിത്ര ഗൗഡയും ഈ കേസിൽ അറസ്റ്റിലായ ഒരു കൊട്ടേഷൻ സംഘത്തെ ഏൽപ്പിച്ച് നിർദ്ദയമായ ഒരു കൊലപാതകം നടത്തി എന്നതാണ് ഈ സൂപ്പർ സ്റ്റാറിൻ്റെ പേരിലുള്ള പ്രധാന കുറ്റം. ഇന്നലെ രാവിലെയാണ് ബംഗളൂരു കാമാക്ഷിപ്പാളയത്തെ പാലത്തിന് താഴെ ഒരു മൃതദേഹം കണ്ടെത്തുന്നത്. പോലീസ് നടത്തിയ പരിശോധനയിൽ ചിത്രദുർഗ സ്വദേശി രേണുകാസ്വാമിയുടേതാണ് മൃതദേഹമെന്ന് കണ്ടെത്തി. തുടരന്വേഷണം എത്തിയത് 9 അംഗ കൊട്ടേഷൻ സംഘത്തിലേക്ക്. അവിടെ നിന്നും തെന്നിന്ത്യയിലെ സൂപ്പർ താരം നടൻ ദർശനിലേക്കും നടി പവിത്ര ഗൗഡയിലേക്കും. ദർശന്റെ സുഹൃത്ത് പവിത്ര ഗൗഡയ്ക്ക്
അശ്ലീല സന്ദേശങ്ങൾ അയക്കുന്നത് പതിവാക്കിയിരുന്നു രേണുകാസ്വാമി. സാമൂഹിക മാധ്യമങ്ങളിലും അല്ലാതെയുമൊക്കെ അശ്ലീല സന്ദേശങ്ങൾ പെരുകിയപ്പോഴാണ് അയാളെ ഭൂമിയിൽ നിന്നും ഇല്ലാതെയാക്കാൻ ദർശൻ കൊട്ടേഷൻ നൽകിയത്. നിരവധി സിനിമകളിൽ ആക്ഷൻ ഹീറോയായും പോലീസുകാരനായും ഒക്കെ വേഷമിട്ട ദർശൻ തൻ്റെ സുഹൃത്തിനേറ്റ അപമാനത്തിന് പ്രതികാരം ചെയ്യുകയായിരുന്നു കൊലപാതകത്തിലൂടെ. 9-അംഗ കൊട്ടേഷൻ സംഘത്തെ ഏൽപ്പിച്ച രേണുകാസ്വാമിയെ മൈസൂരുവിലെ ഫാം ഹൗസിലെത്തിച്ചു. അവിടെ വെച്ച് അടിച്ചു കൊലപ്പെടുത്തിയ ശേഷം മൃതദേഹം ബംഗളൂരുവിൽ ഉപേക്ഷിച്ചു. ബംഗളൂരുവിലെ വീട്ടിൽ നിന്നും കസ്റ്റഡിയിലെടുത്ത പവിത്ര ഗൗഡയെ പോലീസ് ചോദ്യം ചെയ്തു വരികയാണ്. പവിത്രയുടെ അറിവോടെയാണോ കൊലപാതകം നടന്നതെന്നാണ് പോലീസ് പ്രധാനമായും അന്വേഷിക്കുന്നത്. ഒരു കൊലപാതകത്തിലൂടെ കർണാടകത്തിലെ 2 ജനപ്രിയ താരങ്ങളാണ് ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലുള്ളത്. ശ്രീകാന്ത് ഗൗരീശപട്ടത്തിനൊപ്പം ബംഗളൂരുവിൽ നിന്ന് മനേഷ് മൂർത്തി, 24. ഒരു പ്രേക്ഷകൻ അയച്ചിട്ടുണ്ട്, ശ്രീരാജ് കാലിക്കറ്റ്. ദോസ് കൊട്ടേഷൻ കൊടുത്തത് അല്ല, അങ്ങയുടെ അദ്ദേഹത്തിൻ്റെ ഫാൻ അസോസിയേഷൻ കൊട്ടേഷൻ കൊടുത്താണ്. പക്ഷേ നടത്തിയത് ഇത് നടത്തിയത് അവരാണെങ്കിൽ അവരുടെ കുറ്റമേറ്റെടുത്താണ്. എനിക്കറിയില്ല. ഈ കേസ് എന്തായാലും പോലീസ് അന്വേഷിച്ചു വരികയാണ്. കൂടുതൽ വിശദാംശങ്ങൾ നമുക്ക് അടുത്ത ദിവസങ്ങളിൽ വളരെ പച്ചയായിട്ട് നമുക്ക് സംപ്രേഷണം ചെയ്യാം. കാസർഗോഡ് എൻമകജെ പഞ്ചായത്തിൽ കുടിവെള്ള പ്രശ്നത്തിന് പരിഹാരമുണ്ടാക്കാൻ ജൽ ജീവൻ മിഷൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തി വലിയൊരു ടാങ്ക് നിർമ്മിച്ചു. വിവിധ ഘട്ടങ്ങളിലായി തുടങ്ങിയ പദ്ധതിക്കായി ഒരുപാട് കോടികളും ചെലവഴിച്ചു എന്നാണ് കേട്ടത്. എന്നിട്ടിപ്പോൾ എന്തുണ്ടായി? അവിടെ പലയിടത്തും വെള്ളം ഇതുവരെ എത്തിയിട്ടില്ല. തമാശ എന്തെന്നാ, കഴിഞ്ഞ 3 കൊല്ലത്തെ ബില്ലടയ്ക്കണമെന്ന് ചൂണ്ടിക്കാട്ടി നാട്ടുകാർക്കൊക്കെ ഇപ്പോൾ നോട്ടീസ് വരുന്നുണ്ട്. ോടെ ഇന്ത്യയിലെ എല്ലാ ഗ്രാമീണ മേഖലകളിലും ഗാർഹിക പൈപ്പ് സ്ഥാപിക്കുക എന്ന ഉദ്ദേശത്തോടുകൂടി കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച പദ്ധതിയാണ് ജൽജീവൻ മിഷൻ. ഈ പദ്ധതി പ്രകാരം കാസർഗോഡ് ജില്ലയിലെ എൻമകജെ പഞ്ചായത്തിലും പൈപ്പ് കണക്ഷൻ എത്തി. പക്ഷേ 3 വർഷങ്ങൾക്കിപ്പുറവും വെള്ളമെത്തുന്നില്ല, പകരം ബില്ല് മാത്രം. ജൽജീവൻ മിഷൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തി വീടുകളിലേക്ക് കുടിവെള്ള കണക്ഷൻ നൽകി 3 വർഷം പിന്നിട്ടു. എന്നിട്ടും ജലവിതരണം തുടങ്ങിയിട്ടില്ല. എൻമകജെ പഞ്ചായത്തിലെ കാട്ടുകുക്കെ, കൊല്യ, പൂക്കരൈ, കങ്കണാജെ കോളനി, പിലിഗല്ലു, ദബ്ബേക്കരം തുടങ്ങിയ പ്രദേശങ്ങളിലാണ് ജലവിതരണം നടത്താത്തത്. ഉപയോഗിക്കാത്ത വെള്ളത്തിന് 3 വർഷത്തെ ബില്ല് നൽകേണ്ട അവസ്ഥയിലാണിവർ. പ്രദേശത്ത് കുടിവെള്ളക്ഷാമവും രൂക്ഷമാണ്. ഈ ഭാഗത്ത് തീരെ വെള്ളം വന്നിട്ടില്ല. ആര് വരും, മീറ്റർ ചാലു ആവും, റണ്ണിങ് ഇതാവും. രണ്ടാമത് ബില്ല് വന്നു. 3 കൊല്ലമായി. എൻ്റെ കയ്യിൽ ഒരു 2022 ബില്ലുണ്ട്. എൻ്റെ കയ്യിൽ മീറ്റർ വെച്ചിന് റീഡിങ് വന്നിട്ട് റീഡിങ് നോക്കിയാൽ അത് നമുക്കറിയില്ല. ബില്ല് എല്ലാ വീട്ടിലേക്ക് എത്തി. ആ ബില്ല് വന്നതുകൊണ്ട് വെള്ളം വന്നിട്ടില്ല. ഈടെ കോളനിക്കാർ ഒരു 600 ലിറ്റർ വെള്ളം ജനുവരിൻ്റെ ശേഷം ഒരു പിക്കപ്പ് 800 രൂപ കൊടുത്തിട്ടാണ് ഇപ്പോൾ അവിടെ കുടിവെള്ളം. ಎಂಕಲಿಗೆ ನೀರು ಸಾಯ್ತದೆ ಅಲ್ಲದ್ದು ಎಂಕಲ ನೀರು ಕೊಂಡೋಟ 15 ರೂಪಾಯಿ ಎಂಕಲ ಕೊರತು ನೀರು ಕೊಂಡತ್ತು ಬರ್ಪುನೆ ನೀರಿದ್ದಿ 3 ವರ್ಷ ಎಂಕಲ ಪೈಪ್ ಲೈನ್ ಅಂತது ಎಂಕಲಿಗೆ ಎಂಕಲಿತ പൈസ കൊടുത്ത് നീര് കൊണ്ടർപ്പന് 15 രൂപ കൊടുത്ത ಎಂಕല ഒഞ്ച് പിക്കപ്പ് നീരുക. വാട്ടർ അതോറിറ്റി അധികൃതരോട് പലതവണ പരാതി പറഞ്ഞു. നവകേരള സദസ്സിലും പരാതി നൽകി. വെള്ളമെത്താത്തതിനാൽ 6 ദിവസത്തേക്ക് 800 രൂപ മുടക്കിയാണ് ഓരോ വീട്ടുകാരും വെള്ളം വാങ്ങുന്നത്. ಪೈಪ್ ಲೈನ್ ಪಾಡ್ದು ಇತ್ತಿನಟ್ಟ ನೀರು ಬತ್ತುಜಿ 6 ಸರ್ತಿ ಪಿಕ್ಕಪ್ಪಡು ನೀರು ಕೊಣತ್ತದು ಆಜಿನ ಲೆಕ್ಕ ಎತ್ತು ಕಾಸು ಕೊಡ್ತು ಎತ್ತುಂಡಾರಪ್ಪ ಮೆಂಬರ್ಟ ಪಂಡದು ಆರು ಅಂತ ಇನ್ನು ಪೂರ ಒಂದು ಕೆಲಸ ಮಾಡ್ಕೊಂಡು ತುಳ್ಳೇರು అంటే ఇత్తే గుడ్డే పోర బల్లినే ఉండతే కక్కుసుగుల పోట నీరు ಬೋಡು ಕುಂಟಾರ್ದಿರ ನೀರು ಬೋಡು ಪರಿಯಾರ ನೀರು ಅವಡು ತೆಂಕಲ ಮಲ್ಪುನೆ ಅಂಚಾನಾಡ್ದಾರ ಇತ್ತೆ ಪಂಚಾಯತ್ ಆರ್ಟ ಪಂಡದು ಎಂಕ್ಲೆಗೆ ಇತ್ತೆ ಇಂದೇಟು ಪಾತೆರಿಯರ ಅವಕಾಶ ಸಿಕ್ಕಿದೆ.
എൻമകജെ പഞ്ചായത്തിലെ എല്ലാ വാർഡുകളിലേക്കും ജലവിതരണം നടത്തുന്നത് അഡ്കസ്ഥലപ്പുഴയിൽ നിന്നാണ്. ഇവിടെ പമ്പ് ഹൗസിലെ തടയണയിൽ ആവശ്യത്തിന് വെള്ളമുണ്ടായിട്ടും ജലവിതരണം നടക്കുന്നില്ലെന്നാണ് ആക്ഷേപം. കഴിഞ്ഞ 3 വർഷമായി ഈ പൈപ്പിൽ ഒരു തുള്ളി വെള്ളം പോലും വന്നിട്ടില്ല. മഴ പെയ്യുമ്പോൾ മാത്രമാണ് ഈ പൈപ്പ് അല്പമെങ്കിലും വെള്ളം കാണുന്നത്. പക്ഷേ ഇതുവരെയുള്ള ബില്ല് പ്രകാരം 2574 രൂപ ഈ വീട്ടുകാർ അടയ്ക്കാനുണ്ട് പോലും. എൻമകജയിൽ നിന്ന് അരുൺ പാറക്കൽ, 24. പൊതുജനം കഴുതയല്ല സാർ. എ വി ജയശങ്കർ ഇപ്പോൾ ഒരു അപകടത്തിൻ്റെ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നു. കുളക്കട MC റോഡിൽ, കൊട്ടാരക്കരയ്ക്ക് സമീപമാണ് കുളക്കട MC റോഡിൽ പെട്രോൾ പമ്പിന് മുൻവശത്ത് ഇരുചക്ര വാഹനങ്ങൾ തമ്മിൽ കൂട്ടിയിടിച്ചു. ഇടിയുടെ ആഘാതത്തിൽ ഒരു വാഹനം 2ആയി പിളർന്നുപോയി. ഭാഗ്യം അപകടത്തിൽ ആർക്കും പരിക്കില്ല എന്നാണ് ജയശങ്കർ റിപ്പോർട്ടിൽ പറയുന്നത്. നിലമ്പൂർ ചാലിയാറിലെ 30 കുടുംബങ്ങളുടെ ദുരവസ്ഥയെപ്പറ്റിയാണ് ഞാൻ ഇനി പറയുന്നത്. വർഷങ്ങളായി ഇവിടെ താമസിക്കുന്ന കുടുംബങ്ങളുടെ പുരയിടം വനഭൂമിയാണെന്ന് അവകാശവാദവുമായി എത്തിയിരിക്കുന്നു നമ്മുടെ വനംവകുപ്പ്. റീബിൽഡ് കേരളയുടെ ഭാഗമായി വനംവകുപ്പ് 2 മാസം മുമ്പ് നടത്തിയ സ്കെച്ച് സർവേയിലാണ് ഈ പുതിയ കണ്ടെത്തൽ. ആദിവാസി വിഭാഗത്തിൽപ്പെട്ടവർ ഉൾപ്പെടെയുള്ളവരുടെ സ്ഥലത്ത് ജെണ്ട കെട്ടാനുള്ള നടപടിയിലേക്ക് വനംവകുപ്പ് കടന്നു. അതോടെ നാട്ടുകാർ സമരത്തിലുമായി. മലപ്പുറം നിലമ്പൂർ ചാലിയാറിലെ 30-ലധികം വരുന്ന കുടുംബങ്ങൾ എന്ത് ചെയ്യണമെന്നറിയാതെ പകച്ചു നിൽക്കുകയാണ്. കഴിഞ്ഞ 50 വർഷത്തിലധികമായി താമസിച്ചു വരുന്ന ഭൂമിയിൽ നിന്ന് ഒരു സുപ്രഭാതത്തിൽ ഒഴിഞ്ഞു പോകാൻ ആവശ്യപ്പെടുകയാണ് വനംവകുപ്പ്. പൂർവികരായി കൈമാറി വന്ന ഭൂമി, കഴിഞ്ഞ 50 വർഷത്തോളമായി താമസിക്കുന്ന ഭൂമി, ഇവിടെ നിന്നാണ് ഒഴിഞ്ഞു പോകണമെന്നാവശ്യപ്പെട്ട് വനംവകുപ്പ് ഈ കുടുംബങ്ങൾക്ക് നോട്ടീസ് നൽകിയിരിക്കുന്നത്. ചാലിയാർ പഞ്ചായത്തിലെ കാനക്കുത്ത്, ആലോടി മേഖലകളിൽ താമസിക്കുന്നവരാണിവർ. റീബിൽഡ് കേരളയുടെ ഭാഗമായി വനംവകുപ്പ് 2 മാസം മുൻപ് നടത്തിയ സ്കെച്ച് സർവേയാണ് ഈ കുടുംബങ്ങളെ ആശങ്കയിലാഴ്ത്തിയിരിക്കുന്നത്. സർവേ പൂർത്തിയായതോടെ പട്ടയം ഉൾപ്പെടെയുള്ള ഭൂമിയാണ് വനംഭൂമിയാണെന്ന് കാട്ടി വനംവകുപ്പ് കല്ലിട്ടത്. വൈകാതെ ഇവിടെ ജെണ്ട കെട്ടിത്തിരിക്കാനുള്ള നീക്കത്തിലേക്ക് വനംവകുപ്പ് കടക്കും. ഇപ്പൊ നിലവിലെ പ്രശ്നം എന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ കാനക്കുത്ത് ഭാഗത്ത് വർഷങ്ങൾക്ക് മുൻപ് ഇവിടെ ജെണ്ട സ്ഥാപിച്ചിരുന്നു. ഇപ്പോൾ വീണ്ടും റീബിൽഡ് കേരളയുടെ ഭാഗമായിട്ട് ഒരു സർവേ നടന്നു. അത് പ്രകാരം ഇപ്പോൾ ഇവിടെ ഈ ഏരിയയിൽ ഒരു 10-30 കുടുംബങ്ങൾ താമസിക്കുന്നുണ്ട്. ഒക്കെ 10 സെന്റ് 5 സെന്റുകളുള്ള ആളുകളാണ്. അവരുടെ ഭൂമിയുടെ അപ്പുറത്താണ് ഇപ്പോൾ അവർ ജെണ്ട സ്ഥാപിച്ചിട്ടുള്ളത്. അപ്പോൾ ആദ്യം സ്ഥാപിച്ച ജെണ്ട അവരുടെ അതിർത്തി അല്ല എന്നുള്ളൊരു കണക്കൂട്ടലാണ് ഇപ്പോൾ വനംവകുപ്പ്. ഇപ്പോൾ പുതിയതായിട്ട് ഇവരുടെ ഭൂമിയുടെ സൈഡിൽ ജെണ്ട സ്ഥാപിച്ചിട്ട് ഇതാണ് വനഭൂമി എന്നാണ് ഇപ്പോൾ അവർ പറയുന്നത്. വനംവകുപ്പ് 2009-ൽ പ്രദേശത്ത് ജെണ്ട കെട്ടിത്തിരിച്ച് വനംഭൂമിക്ക് അതിരിട്ടിരുന്നു. ഈ അതിർത്തിക്ക് പുറത്തുള്ള സ്ഥലങ്ങളിലാണ് പുതിയ ജെണ്ട കെട്ടാനുള്ള നീക്കം. വനംവകുപ്പിന്റെ നടപടിക്കെതിരെ ചാലിയാർ പഞ്ചായത്ത് മലപ്പുറം ജില്ലാ കളക്ടർക്കുൾപ്പെടെ കത്ത് നൽകിയിട്ടുണ്ട്. അതേസമയം ചാലിയാറിൽ നിർധന സഹോദരങ്ങളുടെ ഭവന പദ്ധതി വനംവകുപ്പ് തടഞ്ഞു. ലൈഫ് പദ്ധതി പ്രകാരമുള്ള വീട് നിർമ്മാണമാണ് വനംവകുപ്പ് തടഞ്ഞത്. ഇവരുടെ 10 സെന്റ് ഭൂമി വനംഭൂമിയാണെന്നും സർക്കാർ പദ്ധതി പ്രകാരം വീട് നിർമ്മാണത്തിന് ഫണ്ട് അനുവദിക്കരുതെന്നും കാട്ടി വനംവകുപ്പ് ചാലിയാർ പഞ്ചായത്ത് സെക്രട്ടറിക്ക് കത്ത് നൽകി. വനംഭൂമിയാണെന്നറിഞ്ഞിട്ടും നേരത്തെ പലരും കയ്യേറി കൈവശം വെച്ചതാണ് പ്രതിസന്ധിക്ക് കാരണം എന്നുള്ളതാണ് വനംവകുപ്പ് നൽകുന്ന വിശദീകരണം. അപ്പോഴും 30-ലധികം വരുന്ന കുടുംബങ്ങൾ എന്ത് ചെയ്യണം എന്ന ചോദ്യം നിലനിൽക്കുകയാണ്. മലപ്പുറത്ത് നിന്നും ഷഹദ് റഹ്മാൻ, 24. പൊതുജനം കഴുതയല്ല സാർ. കുറേ കുടുംബങ്ങൾക്ക് സ്വന്തം കിടപ്പാടം നഷ്ടമാകുന്ന അവസ്ഥയാണ് വനംവകുപ്പ് ഉണ്ടാക്കിയിരിക്കുന്നത്. പ്രദേശവാസികൾ ഇതിനോട് ശക്തമായി പ്രതികരിക്കുന്നു. താൽക്കാലികമെന്നാണ് അവർ പറയുന്നത്. ഇപ്പോൾ പുതിയതായിട്ട് വന്നപ്പോൾ ഇതിൻ്റെ ഒക്കെ കുറേ താഴെ പോയിരിക്കുന്നു പുതിയ ജെണ്ട. ഇതിൻ്റെ ഉള്ളിലുള്ള ആൾക്കാരെന്താ ചെയ്യുക? എവിടെ പോകും? ഒരു 5 സെന്റ് സ്ഥലം പോലും മേടിക്കാൻ കഴിയില്ല. ഞങ്ങളിപ്പോൾ ഇതൊക്കെ ഇപ്പോൾ എല്ലാ പേരെയും പൊളിച്ചിട്ട് ഇപ്പോൾ ഞങ്ങളിപ്പോൾ അടങ്ങാറായി. ഞങ്ങൾ 10 ചെറുതായപ്പോൾ തന്നെ ഞങ്ങൾ ഇവിടെ തന്നെയായിരുന്നു. അപ്പം അങ്ങനെ അന്ന് ജെണ്ട പുറത്ത് കൊടുത്ത് പോയി. അപ്പം അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ ഞങ്ങൾ കഴിഞ്ഞു പോകുന്നത്. ഞങ്ങൾ ഇവിടെ 1971 മുതൽ ഇവിടെ ഇപ്പോൾ ഇതിനിപ്പോൾ ഒരു പുതിയ ഓരോരോ നിയമത്തിൻ്റെ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഇത് ഇപ്പോൾ ജെണ്ട അപ്പുറത്ത് നിൽക്കുന്നത്. ഇപ്പോൾ ഇപ്പുറത്ത് കൂടെ വേറെ പുതിയ ജെണ്ട ഇടാനുള്ള ഏർപ്പാടിലാണ് ഇപ്പോൾ ഇവർ നിൽക്കുന്നത്. അത് നടക്കുന്ന ഏർപ്പാടല്ല. ഞങ്ങൾക്ക് ആർക്കും പോകാൻ സ്ഥലമില്ല, വീടുമില്ല. ഞങ്ങളുടെ വീട് പൊളിച്ചെറിഞ്ഞിങ്ങനെ ഞങ്ങൾ നോക്കിക്കുക. ഞങ്ങൾക്ക് കുട്ടികളുമില്ല, മക്കളുമില്ല. പണിക്ക് പോകാനും കൂടി വയ്യ ഞങ്ങൾക്ക്. അങ്ങനെ വയസ്സായി ഇതായി കിടക്കുക. കുട്ടികളെങ്കിൽ നോക്കിക്കോളും, കുട്ടികളും ഇല്ലല്ലോ. കൊട്ടാരക്കര കുളക്കടയിലുണ്ടായ വാഹനാപകടത്തെക്കുറിച്ച് ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. ഈ അപകടത്തിൽ 2 പേർക്ക് നിസ്സാരമായി പരിക്കേറ്റു. പരിക്കേറ്റവരെ കൊട്ടാരക്കര താലൂക്ക് ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്.
സംസ്ഥാന സർക്കാരിനെതിരെ CPM എറണാകുളം ജില്ലാ കമ്മിറ്റി യോഗത്തിൽ വലിയ വിമർശനമുണ്ടായി. സർക്കാരിനെതിരായ വികാരം തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചു എന്നാണ് ഈ യോഗം വിലയിരുത്തിയത്. ക്ഷേമ പെൻഷനുകൾ ഉൾപ്പെടെ കൃത്യസമയത്ത് കൊടുക്കാതിരുന്നത് വലിയ തിരിച്ചടിയായി. ജില്ലയിലെ സംഘടനാ പ്രശ്നങ്ങളും തെരഞ്ഞെടുപ്പിനെ ബാധിച്ചിട്ടുണ്ടെന്നും വിമർശനമുയർന്നു. എസ് ശ്യാംകുമാർ കൊച്ചിയിൽ നിന്ന് ചേരുന്നു. പറയൂ ശ്യാം. SKN ഇന്ന് എറണാകുളം CPMന്റെ ജില്ലാ കമ്മിറ്റി യോഗം രാവിലെ മുതൽ ചേർന്നിരുന്നു. ഈ യോഗത്തിലാണ് സംസ്ഥാന സർക്കാരിനെതിരായ വിമർശനം ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ തന്നെ ഉയർത്തിയത്. സർക്കാരിന്റെ ക്ഷേമ പെൻഷനുകൾ കൃത്യമായി നൽകാതിരുന്നത് തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയായി എന്നുള്ളൊരു വിമർശനം ഉയർന്നിട്ടുണ്ട്. ഇതിനു പുറമെ തെരഞ്ഞെടുപ്പിൽ ചില സംഘടനാ ദൗർബല്യങ്ങൾ പാർട്ടിക്ക് തിരിച്ചടിയായി. CPMന്റെ ഉൾപ്പെടെയുള്ള വോട്ടുകൾ ഒരു വിഹിതം BJPക്ക് ലഭിച്ചു തുടങ്ങിയ വിമർശനങ്ങളാണ് ഇന്നത്തെ യോഗത്തിൽ ഉയർന്നു വന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിമർശനം സംസ്ഥാന സർക്കാരിന്റെ പ്രവർത്തനത്തിലെ ചില പോരായ്മകൾ വോട്ടർമാർക്ക് ആശയക്കുഴപ്പം ഉണ്ടാകുകയും അത് തിരിച്ചടിക്ക് കാരണമാകുകയും ചെയ്തു എന്നുള്ളതാണ് SKN. ഓക്കെ, താങ്ക് യു. ശ്യാംകുമാറാണ് ടെലിഫോൺ ലൈനിൽ ചേർന്നത്. ഇനി നമുക്കൊരു ഇടവേള പോകണം. ഇടവേള കഴിഞ്ഞ് വരുമ്പോൾ 24 സ്പീഡ് ന്യൂസ് ഉണ്ടാകും. ഈ പെട്ടെന്ന് ഒരു കുഞ്ഞു ബ്രേക്കാണ്. ഇടവേളയ്ക്ക് ശേഷം മടങ്ങി വരാം. ബ്രേക്ക്. പ്രേക്ഷകർക്ക് വീണ്ടും സ്വാഗതം. പ്രതികരണ വേദി തുടരുകയാണ്. ഇപ്പോൾ ഒരു തട്ടിപ്പിൻ്റെ വാർത്ത വരുന്നു. ട്രഷറി അക്കൗണ്ടിൽ നിന്ന് ലക്ഷങ്ങൾ തട്ടിയെടുത്തെന്നാണ് പരാതി ഉയർന്നിരിക്കുന്നത്. കഴക്കൂട്ടം സബ് ട്രഷറി ഓഫീസിലാണ് ഈ തട്ടിപ്പ് നടന്നത്. ശ്രീകാര്യം ചെറുവക്കൽ സ്വദേശിനി M മോഹനകുമാരിയുടെ അക്കൗണ്ടിൽ നിന്നാണ് 2.5 ലക്ഷം രൂപ തട്ടിയെടുത്തത്. അഖിൽ ഷാ അൻസാർ ചേരുന്നു തിരുവനന്തപുരത്ത് നിന്ന് ടെലിഫോൺ ലൈനിൽ. അഖിൽ ഷാ, എന്തൊക്കെയാണ് വിവരങ്ങൾ? SKN കഴിഞ്ഞ ദിവസമാണ് തിരുവനന്തപുരം ശ്രീകാര്യം ചെറുവക്കൽ സ്വദേശി M മോഹനകുമാരി ഇത്തരത്തിൽ തന്റെ ട്രഷറി അക്കൗണ്ടിൽ ഒരു തട്ടിപ്പ് നടന്നതായി മനസ്സിലാക്കുന്നത്. തിരുവനന്തപുരം ജില്ലാ ട്രഷറി ഓഫീസിൽ ഇത്തരത്തിൽ സ്റ്റേറ്റ്മെന്റ് എടുക്കാനായി എത്തിയപ്പോഴാണ് ഇത്തരത്തിൽ 2.5 ലക്ഷം രൂപ ഈ അക്കൗണ്ടിൽ നിന്ന് തട്ടിയെടുത്തതായി ഈ മോഹനകുമാരി മനസ്സിലാക്കുന്നത്. കഴക്കൂട്ടം സബ് ട്രഷറി ഓഫീസിലാണ് ഈ മോഹനകുമാരിയുടെ അക്കൗണ്ട് ഉള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ പരിശോധനകൾ നടത്തിയപ്പോൾ ഈ മാസം 3-ാം തീയതിയും 4-ാം തീയതിയുമായാണ് 2 തവണയായാണ് ഈ 2 ലക്ഷം രൂപ പിൻവലിച്ചിരിക്കുന്നത്. 3-ാം തീയതി 2 ലക്ഷം രൂപയും 4-ാം തീയതി 50,000 രൂപയുമാണ് ഇത്തരത്തിൽ ചെക്കുകൾ ഉപയോഗിച്ച്, അതായത് മോഹനകുമാരിയുടെ വ്യാജ ചെക്കുകൾ ഉപയോഗിച്ച് പിൻവലിച്ചിരിക്കുന്നു എന്നുള്ളതാണ് നിലവിൽ നടത്തിയ പരിശോധനയിലൊക്കെ മനസ്സിലാക്കാൻ കഴിയുന്നത്. കഴിഞ്ഞ മാസം പുതിയ ചെക്ക് ബുക്ക് നൽകിയെന്നൊരു വിചിത്രവാദമാണ് ഈ കാര്യത്തിൽ ട്രഷറി അധികൃതരുടെ ഭാഗത്തു നിന്ന്, പ്രത്യേകിച്ച് കഴക്കൂട്ടം സബ് ട്രഷറി അധികൃതരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഒരു വിചിത്രമായ മറുപടി. എന്തായാലും ഈ വിഷയത്തിൽ മോഹനകുമാരി ജില്ലാ ട്രഷറി ഓഫീസർക്കും അതുപോലെ തന്നെ സബ് ട്രഷറി ഓഫീസർക്കും ഒരു പരാതി നൽകിയിട്ടുണ്ട്. ഈ പരാതിയിൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. നിലവിൽ ഈ വ്യാജ ചെക്ക് ഉപയോഗിച്ചുകൊണ്ടുള്ള എല്ലാ ഈ നടപടികളും അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഉൾപ്പെടെ മരവിപ്പിച്ചിട്ടുള്ളതായും ഈ ട്രഷറി അധികൃതർ അറിയിക്കുന്നുണ്ട്. SKN. ഓക്കെ, താങ്ക് യു. അഖിൽ ഷാ അൻസാറാണ് ടെലിഫോൺ ലൈനിൽ ഉണ്ടായിരുന്നത്. തട്ടിപ്പ് പല വിധമാണ് നമ്മുടെ നാട്ടിൽ അരങ്ങേറുന്നത്. ഇനി 24 സ്പീഡ് ന്യൂസ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പിണറായി സർക്കാരിനെതിരായ ജനവികാരം പ്രതിഫലിച്ചെന്ന് CPM എറണാകുളം ജില്ലാ കമ്മിറ്റി യോഗത്തിൽ വിമർശനമുയർന്നു. ക്ഷേമ പെൻഷനുകൾ മുടങ്ങിയത് തിരിച്ചടിയായെന്നും കുറ്റപ്പെടുത്തൽ. പ്രതിപക്ഷത്തിന്റെ രാജി ആവശ്യത്തോടെ രൂക്ഷമായി ഇന്ന് മുഖ്യമന്ത്രി നിയമസഭയിൽ പ്രതികരിച്ചു. കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങൾക്കും ഇത് ബാധകമാണോ എന്ന് പിണറായി ചോദിച്ചു. ജനവികാരം LDFനെതിരല്ലെന്നും നിയമസഭയിൽ വിശദീകരണം. CPM വോട്ട് BJPയിലേക്ക് ഒലിച്ചുപോയെന്ന് മുഖ്യമന്ത്രിക്ക് VD സതീശന്റെ മറുപടിയും വന്നു. സംസ്ഥാന വികസനം ലക്ഷ്യമിട്ടുള്ള പ്രഖ്യാപനങ്ങളുമായി കേരളത്തിൽ നിന്നുള്ള കേന്ദ്രമന്ത്രിമാർ എയിംസ് യാഥാർത്ഥ്യമാക്കാൻ ശ്രമിക്കുമെന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി 24നോട് പറഞ്ഞു. സ്ഥലം നിർദ്ദേശിക്കാൻ 8 കൊല്ലം മുമ്പ് മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെട്ടെങ്കിലും മറുപടി കിട്ടിയിട്ടില്ലെന്ന് കുറ്റപ്പെടുത്തൽ. മുതലപ്പുഴയിൽ എത്തി ജനങ്ങളുമായി സംസാരിക്കുമെന്നും മന്ത്രി ജോർജ് കുര്യൻ പറയുന്നു. ഹജ്ജ് സമയത്തെ വിമാന നിരക്ക് വർധനയിൽ ഇടപെടുമെന്നും ചുമതലയേറ്റ ശേഷം അദ്ദേഹത്തിൻ്റെ പ്രതികരണം. തെരഞ്ഞെടുപ്പിലെ മോശം പ്രകടനത്തിൽ BJPയെ പ്രതിക്കൂട്ടിലാക്കി RSS. തിരിച്ചടിക്ക് വഴിവെച്ചത് അമിത ആത്മവിശ്വാസമെന്ന് ഓർഗനൈസർ ലേഖനം. സമൂഹ മാധ്യമങ്ങളിലെ മോദിക്ക പരിവാർ പരാമർശം മാറ്റാൻ പ്രവർത്തകർക്ക് നരേന്ദ്രമോദി നിർദ്ദേശം നൽകി. പ്രതിപക്ഷ ശബ്ദവും കേൾക്കണമെന്ന RSS തലവന്റെ നിർദ്ദേശം മോദിക്കുള്ള മുന്നറിയിപ്പെന്ന് കോൺഗ്രസ്. 3-ാം മോദി സർക്കാർ ഇന്ത്യയുടെ കുടുംബ കൂട്ടായ്മ എന്ന വിമർശനവുമായി ഇന്ന് രാഹുൽ ഗാന്ധി രംഗത്ത് വന്നു. മോഹൻ ചരൺ മാൽസി ഒഡീഷയുടെ ആദ്യ BJP മുഖ്യമന്ത്രിയാകും. സത്യപ്രതിജ്ഞ നാളെ നടക്കും. 2 ഉപമുഖ്യമന്ത്രിമാരും അധികാരമേൽക്കുമെന്ന സൂചന. ആന്ധ്രയിൽ ചന്ദ്രബാബു നായിഡുവിന്റെ നേതൃത്വത്തിൽ NDA സർക്കാർ നാളെ സത്യപ്രതിജ്ഞ ചെയ്യും. ജനസേന നേതാവ് പവൻ കല്യാൺ ഉപമുഖ്യമന്ത്രിയാകും. തൃശൂരിലെ LDF പരാജയത്തിന്റെ പേരിൽ പദവി ഒഴിയില്ലെന്ന് തൃശൂർ മേയർ MK വർഗീസ്. CPIയുടെ പരാതിയിൽ മേയറെ ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് ഇന്ന് വിളിച്ചു വരുത്തി CPM. സുരേഷ് ഗോപിയുമായി നടത്തിയ കൂടിക്കാഴ്ച യാദൃച്ഛികമെന്ന മേയർ.
മേയറുടെ നടപടി തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയായെന്ന് CPI. വിവാദങ്ങൾക്കിടെ ഹൈക്കമാൻഡുമായുള്ള ചർച്ചയ്ക്കായി കെ മുരളീധരൻ ഡൽഹിക്ക് പോകും. ജോസ് കെ മാണി വിമർശിച്ച പാലാ നഗരസഭയിലെ CPM കൗൺസിലർ ബിനു പുളിക്കണ്ടത്തിന് എതിരെ നടപടി വന്നു. ബിനു പുളിക്കണ്ടത്തെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി. തിരിച്ചടിയായത് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ഭയമുള്ളതുകൊണ്ടെന്ന് ജോസ് കെ മാണി രാജ്യസഭയിലേക്ക് മത്സരിക്കുന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ പരാമർശം. കേരള കോൺഗ്രസിന്റെ സമ്മർദ്ദത്തെ തുടർന്നല്ല നടപടിയെന്ന് CPM കോട്ടയം ജില്ലാ സെക്രട്ടറി AV റസൽ. നീറ്റ് പരീക്ഷാ ക്രമക്കേട് വിവാദത്തിൽ നിർണായക ഇടപെടലുമായി സുപ്രീം കോടതി. പരീക്ഷയുടെ പരിപാവനതയും വിശ്വാസ്യതയും ചോദ്യം ചെയ്യപ്പെട്ടെന്ന നിരീക്ഷണം. ഉടൻ മറുപടി വേണമെന്നും 2-അംഗ അവധിക്കാല ബെഞ്ച് അഭിപ്രായപ്പെട്ടു. MBBS കോഴ്സിലേക്കുള്ള കൗൺസിലിംഗ് നടപടികൾക്ക് സ്റ്റേയില്ല. മലപ്പുറത്തെ +1 സീറ്റ് പ്രതിസന്ധിയെ ചൊല്ലി നിയമസഭയിൽ പ്രതിപക്ഷ പ്രതിഷേധം. 1,00,000 കുട്ടികൾക്ക് +1 സീറ്റ് ലഭിക്കില്ലെന്ന ആരോപണം അടിസ്ഥാനരഹിതമെന്ന് ആവർത്തിച്ച വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി V ശിവൻകുട്ടി. സമരം ശക്തമാക്കാൻ ഒരുങ്ങി KSUവും MSFും. വാർഡ് വിഭജന ബില്ല് സബ്ജക്ട് കമ്മിറ്റിക്ക് വിടാതെ പാസാക്കിയത് മോദി ശൈലിയെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ആഫ്രിക്കൻ രാജ്യമായ മലാവിയുടെ വൈസ് പ്രസിഡന്റ് സൗലോസ് ക്ലോസ് ചിലിമ വിമാനാപകടത്തിൽ കൊല്ലപ്പെട്ടെന്ന് സ്ഥിരീകരണം വരുന്നു. വിമാനം തകർന്നു വീണത് വടക്കൻ മലാവി മലനിരകളിൽ. വിമാനാവശിഷ്ടങ്ങൾ കണ്ടെത്തിയത് ഒരു ദിവസം നീണ്ട തിരച്ചിലിന് ഒടുവിൽ. അപകടത്തിൽ മരിച്ചത് 10 പേർ. 2020 ലോകകപ്പിൽ കാനഡയ്ക്കെതിരെ പാകിസ്ഥാൻ ആദ്യം പന്തെറിയും. സൂപ്പർ 8-ലെത്താൻ പാകിസ്ഥാന് വിജയം അനിവാര്യം. ലോകകപ്പ് ഫുട്ബോൾ യോഗ്യതാ റൗണ്ടിൽ ഇന്ത്യ ഇന്ന് ഖത്തറിനെതിരെ. മത്സരം ഇന്ന് രാത്രി 9:15 ദോഹയിൽ. ബാർക്കോഴ ആരോപണത്തിൽ തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ മകനെതിരെ ക്രൈംബ്രാഞ്ച് നീക്കം. ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ആവശ്യപ്പെട്ട് നോട്ടീസ് കൊടുത്തു. അർജുൻ രാധാകൃഷ്ണൻ ബാർ ഉടമകളുടെ വാട്സപ്പ് ഗ്രൂപ്പ് അഡ്മിൻ എന്ന അന്വേഷണ സംഘം. രാഷ്ട്രീയ പ്രേരിതമെന്ന് അർജുൻ രാധാകൃഷ്ണൻ. യൂത്ത് കോൺഗ്രസ് നടത്തിയ നിയമസഭാ പാർട്ടിയിൽ സംഘർഷമുണ്ടായിന്ന്. മഞ്ഞുമൽ ബോയ്സ് നിർമ്മാതാക്കൾക്കെതിരെ ED അന്വേഷണം. ഷോൺ ആന്റണി ചോദ്യം ചെയ്തു. സൗബിൻ ഷാഹിറിനെയും ചോദ്യം ചെയ്യാൻ നീക്കം. ഹൈറിച്ച് സാമ്പത്തിക തട്ടിപ്പ് കേസിൽ രാജ്യവ്യാപക റെയ്ഡുമായി ED. കൊച്ചി വൈപ്പിനിൽ വനിതാ ഓട്ടോ ഡ്രൈവർക്ക് 3-അംഗ സംഘത്തിന്റെ ക്രൂരമർദ്ദനം. വാരിയലിന് പരിക്കേറ്റ ജയ തീവ്ര പരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ്. കേസെടുത്ത പോലീസ്. പ്രതികൾക്കായി തിരച്ചിൽ തുടരുന്നു. മർദ്ദിച്ചത് ഓട്ടം വിളിച്ച യാത്രക്കാരെന്ന് ജയയുടെ സഹോദരൻ. കൊലപാതക കേസിൽ കന്നഡ ചലച്ചിത്ര താരം ദർശനും നടി പവിത്ര ഗൗഡയും അറസ്റ്റിലായി. പിടിയിലായത് ചിത്രദുർഗയിലെ രേണുഗോസ്വാമി കൊലക്കേസിൽ. താരങ്ങൾക്കൊപ്പം മറ്റ് 9 പ്രതികളും കസ്റ്റഡിയിൽ. കൊലപാതകം രേണുഗോസ്വാമി പവിത്രയ്ക്ക് അശ്ലീല സന്ദേശം അയച്ചെന്നാരോപിച്ച് പോലീസ് സ്റ്റേഷന് പുറത്ത് ആരാധകരുടെ പ്രതിഷേധം. ഇതോടെ ഈ പ്രതികരണ വേദിയുടെ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നു. ഇനി നമ്മൾ കാണുക നാളെ രാവിലെ 7 മണിക്ക് മോർണിംഗ് ഷോയിൽ. ഇനി എൻകൗണ്ടറിന്റെ ഊഴം ഹാഷ്മി താജ് ഇബ്രാഹിം ചേരുന്നു. നല്ലൊരു രാത്രി നിങ്ങൾക്ക് നേരുന്നു. ഗുഡ് നൈറ്റ്. ഓവർ ടു ഹാഷ്മി താജ് ഇബ്രാഹിം. എൻകൗണ്ടർ ആരംഭിക്കുന്നു.